നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി സമാധിയായി. അത് നാട്ടുകാരും അറിഞ്ഞില്ല. വീട്ടുകാർ സമാധിയായി അദ്ദേഹത്തിനെ കല്ലറയിൽ അദ്ദേഹത്തിനെ ഇരുത്തി, അല്ലെങ്കിൽ കല്ലറയിൽ അദ്ദേഹത്തിനെ മൂടി. ഇതിപ്പം വളരെ വിവാദമായി. കാരണം പരിസരത്തുള്ളവരാരും ഈ മരണവിവരം അറിഞ്ഞില്ല. അതിൽ സംശയമുണ്ട്. അയാളുടെ മകനാണ് പിതാവിനെ പൂജയ്ക്കൊക്കെ സഹായിക്കുന്നത്. ഗോപൻ എന്ന് പറയുന്ന സ്വാമി നേരത്തെ അയാൾ അവിടുത്തെ നെയ്ത്ത് തൊഴിലാളിയായിരുന്നു. അതിനുശേഷം അയാൾ ഹെഡ് വർക്കറായി. ഭാര്യ സുലോചനയുണ്ട്. 3 ആമക്കളിൽ ഒരു മൂത്തയാൾ മരിച്ചുപോയി. 2 ആമക്കളിൽ ഒരാൾ അദ്ദേഹത്തിനെ പൂജയ്ക്ക് സഹായിക്കുന്നുണ്ട്. ഒരു മരുമകളുണ്ട്. അദ്ദേഹം വർഷങ്ങളായി ശിവഭക്തനാണ്. മരുത്താമലയിൽ പോകും, അവിടെ കോമ്പോ ആശ്രമത്തിൽ പോകും. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ പോകും. അവിടെ ഗുഹയിലൊക്കെ പോയി താമസിക്കും. അദ്ദേഹം ഒരു സാത്വികനായി മാറി. അപ്പോൾ അദ്ദേഹം പിന്നീട് അവിടെ ഒരു ശിവക്ഷേത്രം പണിത്, വലിയ ബൃഹത്തായ ഒരു ശിവക്ഷേത്രം പണിതിട്ടുണ്ട്. അവിടെ പൂജയൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഈ അടുത്ത കാലത്ത് അദ്ദേഹം കിടപ്പിലായി, അസുഖത്തിൽ. 69-70 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു നല്ല സ്വാമിയായിട്ട് തന്നെ ജീവിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ അദ്ദേഹം ചില വെട്ടുകേസിലകത്തൊക്കെ ഉണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ചിലപ്പോൾ ഉണ്ടായിരിക്കാം പൂർവാശ്രമത്തിൽ. പക്ഷേ നമ്മൾ അന്നേരം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ പുരാതന ഇതിഹാസമായ രാമായണത്തിൻ്റെ കർത്താവ് വാൽമീകി നമ്മളെല്ലാവർക്കും അറിയാം. അത് എന്നാണ് സൃഷ്ടിച്ചതെന്നും എഴുതിയതെന്നും നമുക്കും വ്യക്തതയില്ല. എങ്കിലും വാൽമീകി ഒരു കള്ളനായിരുന്നു. പൂർവാശ്രമത്തിൽ നല്ലൊരു കള്ളനായിരുന്നു. പിന്നീടാണ് ഈ യോഗത്തിൽ ഈ സന്യാസിയായി മാറിയതും രാമായണം എഴുതിയതൊക്കെ. നമ്മൾ ആ കാര്യം മറക്കരുത്. ഇന്ത്യയുടെ പൈതൃകം നമ്മൾ വിലമതിക്കണം. ലോകത്തെ ഒരു രാഷ്ട്രങ്ങൾക്കും ആ പൈതൃകമില്ല. ഹിന്ദുവിസം തന്നെയാണ് ഇന്ത്യയുടെ പൈതൃകം. കാരണം അത് BC മുതൽ ഒന്നാണ്. അത് ഏത് കാലഘട്ടം മുതൽ ഹിന്ദുവിസം വന്നു നിന്നും ഇന്ന് വരെ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഹിന്ദുവിസത്തിന് ശേഷം അതിൽ നിന്ന് പല കൾട്ടുകൾ ഇന്ത്യയിലുണ്ടായി. അതിൽ നിന്ന് പിന്നെ ജൈനമതം ഉണ്ടായി. ജൈനമതത്തിന് ശേഷം പിന്നീട് അടുത്ത ഒരു രാജാവായിരുന്ന ഒരാൾ യുദ്ധത്തിൽ അവിടെ ധാരാളം ആൾക്കാർ കൊല്ലപ്പെടുകയും അവരെല്ലാം പരിക്കേറ്റ് കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. അങ്ങനെ ഇന്ത്യയുടെ പുരാതനമായ സംസ്കാരത്തെ ആ വ്യക്തി ഉൾപ്പെടെയുള്ളവരാണ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ബുദ്ധിസം അങ്ങനെ ഉണ്ടായി. അപ്പോൾ ജൈനമതത്തിലെ വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം, ആയിരക്കണക്കിന് വർഷങ്ങൾ ഇന്ത്യയിൽ ജൈനമതം പ്രചാരം സിദ്ധിച്ചു. അതിനുശേഷം ശ്രീബുദ്ധൻ വന്നു. രാജാവ് അദ്ദേഹം കൊട്ടാരം വിട്ട് ഇറങ്ങിയ ചരിത്രം നമുക്കറിയാം. അങ്ങനെ ബുദ്ധിസം ഉണ്ടായി ഇന്ത്യയിൽ. ബുദ്ധിസം ഏഷ്യയിലെ ഏറ്റവും വലിയ മതമായിട്ട് മാറി എന്നുള്ളതാണ്. ജപ്പാനും കൊറിയയും വിയറ്റ്നാമും അങ്ങനെ ബർമ, സിലോൺ, ചൈനയിലെല്ലാം വ്യാപിച്ചു. അത് ഇന്ത്യയിൽ നിന്ന് പോയ ആ മതമാണ് ബുദ്ധമതം. അതിനുശേഷം ഇന്ത്യയിൽ തന്നെ വീണ്ടും ഉണ്ടായി സിഖ് മതം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ ഒറിജിനേഷൻ പല കൾട്ട് വന്നെങ്കിലും അത് ഇന്ത്യയുടെ പാരമ്പര്യമായി BC മുതൽ നൂറ്റാണ്ടുകളായി നമുക്ക് സിദ്ധിച്ചിരിക്കുന്ന ഹിന്ദുയിസത്തിൽ നിന്നാണ്. ഇതിപ്പം തന്നെ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് 3 പുണ്യ നദികൾ ഒഴുകുന്ന സംഗമ സ്ഥാനത്ത് സ്നാനം ചെയ്താൽ മോക്ഷം കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഏകദേശം 35 കോടി ജനങ്ങൾ ഈ 144 വർഷത്തിനിടയ്ക്ക് വരുന്ന ആ കുംഭമേളയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചരിത്രം നമ്മൾ മറക്കരുത്. ഇവിടെ പലരും സ്വാമിമാരായി പൂജ ചെയ്തും ഒക്കെ ജീവിക്കുന്നുണ്ട്. ഗോപൻ സ്വാമി അങ്ങനെ ഒരു വ്യക്തിയായി ആ പൂജയിൽ ആകർഷണനായി അവിടെ ശിവക്ഷേത്രം സ്ഥാപിച്ചു. അദ്ദേഹം മരണാസന്നനായപ്പം അദ്ദേഹത്തിന് സമാധിയിലേക്ക് പോകണമെന്ന് തോന്നി. അത് ആ സമാധിയിൽ പോകേണ്ട ആൾ ആ വീട്ടിൽ കുറച്ച് ആഴ്ചകളായി കിടപ്പിലായി. പതുക്കെ അയാളുടെ ഭാര്യ പറയുന്ന കേട്ടു സുലോചന. അദ്ദേഹം ഭക്ഷണത്തിൽ നിന്ന് വിരക്തി കാണിക്കാൻ തുടങ്ങി. അവസാനം അദ്ദേഹത്തിന് ആ സമാധി അടുത്തിരിക്കുന്നു തോന്നിയപ്പം സമാധി സ്ഥലം പ്രത്യേകം അദ്ദേഹം പണിതിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോയി അദ്ദേഹം പത്മാസനത്തിൽ ഇരുന്നു മരിച്ചു എന്നാണ് പറയുന്നത്. അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ പാരമ്പര്യം അങ്ങനെയാണ്. നമുക്ക്
മരണസമയമാവുമ്പം ഒരു ഉൾവിളി ഉണ്ടാവും. അതോടുകൂടി തന്നെ പതുക്കെ പതുക്കെ മരണത്തിലേക്ക് പോകുകയാണ്. അപ്പോൾ പലരും സ്വാമിമാർ ഒക്കെ സമാധിയിലേക്ക് പ്രവേശിക്കും. സമാധിയുടെ അന്ത്യം 2-3 ദിവസം ആ സമാധി കഴിഞ്ഞാൽ പിന്നീട് ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ്, സോള് വിട്ടുപോവുകയാണ്. ലാസ്റ്റ് ബ്രീത്ത് കഴിഞ്ഞാൽ ഈ സോള് വിട്ടുപോകുന്നതിന് നിർവ്വാണം എന്നാണ് പറയുന്നത്. ആ നിർവ്വാണം ബുദ്ധമതത്തിൻ്റെ സംഭാവനയാണ് ഇന്ത്യയിൽ. ഇവിടെ ഇപ്പോൾ ഉണ്ടായത്, അദ്ദേഹം ആ വീട്ടിലെ അംഗങ്ങളും ബന്ധുക്കളും അല്ലാതെ ഇദ്ദേഹം അവിടെ സമാധിയായെന്നുള്ള വിവരം നാട്ടുകാർ അറിഞ്ഞില്ല. അവിടുത്തെ സംശയം അദ്ദേഹത്തിനെ കൊന്ന് അവിടെ ആക്കി എന്നുള്ളതാണ് പലരും സംശയിക്കുന്നത്. പക്ഷേ അതിനകത്ത് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള സ്വാമിമാരെല്ലാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ബന്ധുക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യത്തിലാണ് മരണമടയുന്നത്. ഇപ്പം ചില വീടുകളിൽ ചില മരിക്കാറാകുമ്പോൾ ഡോക്ടർമാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ കാണിച്ച് അവരുടെ സാന്നിധ്യത്തിൽ ചിലപ്പം മരണം അടയുന്നു, അവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് അതങ്ങനെ ചെയ്യുന്നത്. സ്വാമി സമാധിയാവുന്നതിന് ഒരു തെറ്റും നമുക്ക് പറയാനൊക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ റൈറ്റാണ്. അത് ഇന്ത്യയുടെ പാരമ്പര്യമാണ്. ഇന്ത്യയുടെ ഹിന്ദുയിസത്തിൻ്റെ ഒരു കൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ പോലീസ് അവിടെ കാണിച്ചിരിക്കുന്ന ഒരു നോട്ടീസ് കൊടുക്കണമായിരുന്നു. ഇങ്ങനെ നാട്ടുകാർ സംശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലറ തുറക്കണം. അവർ പരിശുദ്ധമായ ഒരു സ്ഥലമായിട്ടാണ് ആ സമാധി സ്ഥലം കണക്കാക്കുന്നത്. അതുകൊണ്ട് പോലീസ് അവരെ അറിയിക്കാതെ വന്ന് ബലം പ്രയോഗിച്ച് ആ സമാധി കല്ലറ പൊളിക്കാൻ ശ്രമിച്ചപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ സുലോചനയും 2 മക്കളും മരുമകളും ആ സമാധിയിൽ അവിടെ ആ കല്ലറയെ കെട്ടിപ്പിടിച്ച് തടസ്സമുണ്ടായി. പോലീസ് ബലം പ്രയോഗിച്ച് അവരെ വീട്ടിലേക്ക് മാറ്റുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അവിടെ 2 ഭാഗം ആൾക്കാർ സംഘടിച്ചിരിക്കുന്നു. അവിടെ സംഘർഷമുണ്ടായി. ഇത് പൊളിക്കണമെന്നും പൊളിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ വന്നു. എന്തായാലും കളക്ടർ ഉത്തരത്തോടുകൂടി നെയ്യാറ്റിൻകര പോലീസ് അത് പൊളിക്കാൻ തീരുമാനിച്ച് സംശയം വന്നുകൊണ്ട് അപ്പം ഒരു നോട്ടീസ് ഇവർക്ക് കൊടുക്കണമായിരുന്നു. അത് കൊടുത്തില്ല. അവിടെയാണ് തെറ്റിപ്പോയത് പോലീസിനെ. അപ്പം ഇപ്പം എന്തായാലും തൽക്കാലം അത് മാറ്റി. കാരണം ഇത് സമാധിയാകുന്നെങ്കിൽ ആ വീട്ടിലെ എത്ര അംഗങ്ങൾ ആ സമാധിയായ സമയത്ത് സമീപത്തുണ്ട്. അദ്ദേഹം വ്യാഴാഴ്ച 10-11 മണിയായപ്പം തന്നെ സമാധിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പം ആ സമാധി ഇരിക്കുന്ന സ്ഥലത്തെത്തി. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന് അദ്ദേഹം ഈ ആഹാരം വർജിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം പത്മാസനത്തിൽ ഇരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദേഹത്തു നിന്ന് ആത്മാവ് വെളിയിൽ പോയി. അതൊരു നിർവ്വാണമായിട്ടേ നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. അങ്ങനെ മരിച്ചു. അവരവിടെ കല്ലറയുണ്ടാക്കി. ഇതിനകത്തൊരു കൊലപാതകം നടന്നോ അല്ലെങ്കിൽ അദ്ദേഹം ശ്വാസം മുട്ടിയാണോ മരിച്ചത് എന്നുള്ള കാര്യത്തെപ്പറ്റി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നമുക്ക് അറിയാനൊക്കെ ഉള്ളൂ. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹത്തിനെ അവർ കൊല്ലേണ്ട ഒരു ആവശ്യമില്ല. കിടപ്പാണ്, രോഗിയാണ്. ആ രോഗിയെ അവർ സംരക്ഷിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. അദ്ദേഹം അവിടുത്തെ പൂജാരിയാണ്. അതിനൊന്നും അവർക്ക് തടസ്സമില്ല. അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തണമെന്നാണ് ആ അമ്മയും മക്കളും കരുതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിനകത്തൊരു മാർഡറിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടക്കട്ടെ. ഇനിയിപ്പോൾ അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് എല്ലാവരെയും വിളിച്ചു ചേർത്ത് സമാധാനപര അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു പോസ്റ്റ്മോർട്ടം നടക്കട്ടെ. പോസ്റ്റ്മോർട്ടം നടന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു ധാരണ ഒരു നാച്ചുറൽ ഡെത്തായിട്ട് തന്നെ വരും എന്നാണ് ഞാൻ കരുതുന്നത്. സമാധിയാണെങ്കിൽ തീർച്ചയായിട്ടും നാച്ചുറൽ ഡെത്തിലേക്ക് അതിൻ്റെ റിസൾട്ട് വരും. അതോടുകൂടി അതൊരു പുണ്യഭൂമിയായി അവിടെ വളരെയധികം ആ ശിവക്ഷേത്രവും പരിസരവും, കാരണം ഇത്ര ഒരു കോൺട്രവേഴ്സ്യലായ ഒരു സംഭവമാണ്. അതൊരു സ്വാമിയായിരുന്നു, അയാൾ സമാധിയായി ഒരു പുണ്യപുരുഷനായി മാറും വളരെയധികം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടക്കട്ടെ. അത് വീട്ടുകാർക്ക് ഗുണം ചെയ്യും. കാരണം അവർ ഇതിനോട് എതിർക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം സമാധി ഇരിക്കുന്നത് അത് തൊടാൻ പാടില്ല, അത് അശുദ്ധമാക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ സ്വാമി പറഞ്ഞിരുന്നു, ഇത് ഞാൻ സമാധിയിൽ പോയി അഴിക്കുന്നതിലേക്ക് പോവുകയാണ്, നിങ്ങളിതാരെയും അറിയിക്കണ്ട എന്ന് പറഞ്ഞെന്ന് പറയുന്നു. എന്തോ ആയിക്കോട്ടെ, അത് ശരിയായ നടപടിയല്ല. അത് സമാധി ആയ സമയത്ത് അയലൊക്കത്തെ 2-3 വീട്ടുകാരെയും കൂടെ വിളിച്ചു വരുത്തി ഇരുത്തിയാൽ തീർച്ചയായിട്ടും അതൊരു സമാധിയായിരുന്നു എന്ന് സാക്ഷിമൊഴി വന്നേനെ. ഇപ്പോൾ ആ വീട്ടുകാരൊഴിച്ച് അമ്മയും 2 ആൺകുട്ടികളും പിന്നെ ഒരു മരുമകളും ഒഴിച്ച് വേറെ പരിസരത്തുള്ള ആർക്കും ഇത് സമാധിയായെന്ന് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അടുത്ത ദിവസം ഒരു സമവായം ഉണ്ടാക്കിയ ശേഷം തീർച്ചയായിട്ടും അവിടെ ഒരു പോസ്റ്റ്മോർട്ടം നടന്നു. ആ പോസ്റ്റ്മോർട്ടം റിസൾട്ടോടുകൂടി തന്നെ ഇതിൻ്റെ എന്താണ് സംഭവിച്ചത്, സമാധിയായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് തീർത്തും അറിയാൻ പറ്റും.